ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്നലെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസാണ്. ആദിവാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സോ ഞാൻ ആ ഒരു ഡിസ്കഷൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ആദിവാണി ആൻഡ് ഭാഷണി സ്കീം. സോ ഈ രണ്ട് സ്കീമുകളും നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതായത് ആദിവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി ഭാഷകളെ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ റിയൽ ടൈമിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന AI മോഡലുകളെയാണ് ഈ ആദിവാണി എന്ന് പറയുന്നത്. സോ ഇത് ഏത് സ്കീമിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷണി സ്കീം, ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ, ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ, ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ ഒരു പെർട്ടിക്കുലർ സ്കീമാണ് ഭാഷണി സ്കീം. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആദിവാണിനി. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് AI പവർഡ് ട്രാൻസ്ലേറ്റർ ഫോർ ആദിവാസി ലാംഗ്വേജുകൾ, ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും നമ്മളുടെ ട്രൈബൽ ലാംഗ്വേജുകൾ, പെർട്ടിക്കുലർലി നമ്മളുടെ 6 ലാംഗ്വേജുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഭില്ലി, മുണ്ടാരി, ഗോണ്ടി, സന്താലി, ക്വി, ഗാരോ, ഇങ്ങനെ പറയുന്ന ലാംഗ്വേജുകൾ. ഫസ്റ്റ് സ്റ്റേജിൽ 6 ലാംഗ്വേജുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലാംഗ്വേജ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഒരു ലാംഗ്വേജ് പോലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, മറന്നു പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പോലും കൾച്ചറൽ പ്രൊമിനൻസ് കാരണം തഴയപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്നൊരു ലക്ഷ്യത്തിന്റെ പേരിലാണ് ആദിവാണി എന്ന് പറയുന്ന ഒരു AI ട്രാൻസ്ലേറ്റർ, AI പവേർഡ് ട്രാൻസ്ലേറ്റർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ആദിവാണി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ആകാശവാണി അല്ലെങ്കിൽ PM വാണി സ്കീം, ഇങ്ങനെ ഒരുപാട് ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ തോട്ട് പ്രോസസ്സ് മാറിപ്പോകരുത്. അല്ലെങ്കിൽ ആകാശവാണി ഇപ്പോൾ റേഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആദിവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദിവാസി ലാംഗ്വേജുകൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു AI പവേർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ്. ദെൻ ആര് വഴിയാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആദി കർമ്മയോഗീസ്. കേട്ടിട്ടുണ്ടോ ആദി കർമ്മയോഗീസിനെ കുറിച്ചിട്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദി കർമ്മയോഗീസിനെ കുറിച്ചിട്ട്. 20 ലക്ഷത്തോളം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദിവാസികളുമായിട്ടും ദെൻ സ്റ്റേറ്റുമായിട്ടും കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധാരണ ജനങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ്? പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ, അവരിലേക്ക് കടന്നു ചെന്നിട്ട് കൃത്യമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും പ്ലാനുകളും പ്രൊജക്ടുകളും പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും. സോ അവർ വഴിയാണ്, ആദി കർമ്മയോഗീസ് വഴിയാണ് ഇത് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ ആദി കർമ്മയോഗീസിന്റെ ഒരു യൂസും കൂടി നമ്മൾ ഇവിടെ പഠിച്ചല്ലോ. ദെൻ ഭാഷണി സ്കീം. ഭാഷണി സ്കീം, ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ, is a comprehensive initiative under Digital India Mission that uses AI and no left behind program to digital content accessible in multiple Indian language. അതായത് ഇന്ത്യൻ ലാംഗ്വേജുകൾ, നോ ലാംഗ്വേജ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു എന്താണ് നോ ലാംഗ്വേജ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭാഷണി സ്കീം. ഭാഷണി പെർട്ടിക്കുലർലി ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ആദിവാസി ലാംഗ്വേജുകൾക്ക് മാത്രം പ്രൊമിനൻസ് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് നമ്മുടെ ലാംഗ്വേജുകൾ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുമുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇനി വരും കാലഘട്ടങ്ങളിൽ ഓരോ ലാംഗ്വേജ് പഠിക്കും. ഇപ്പം നമ്മൾ ഡ്വെലിംഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ ഇന്ത്യൻ ലാംഗ്വേജസ് പഠിക്കാനായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഇന്ത്യക്കാർ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഒരു ആപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഏത് ലാംഗ്വേജ് വേണോ നമുക്ക് അതിൽ പഠിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു സ്കീമാണ് ഈ ഭാഷണി പ്രോഗ്രാം. ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് പ്രോഗ്രാം. ഏതാണ്? അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ചിലപ്പോൾ ചോദ്യം വരാം, ഭാഷണി സ്കീം അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ ഭാഷിണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ആണെന്ന് നമ്മൾ ചിന്തിക്കില്ല. ചിലപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാം. അപ്പോൾ അതും തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്, തെറ്റിക്കരുത്. ഭാഷണി സ്കീം ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? ഏത്
നമ്മളുടെ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ദെൻ റിയൽ ടൈം ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെന്നു, അതായത് സർവേ എടുക്കാനായിട്ട്, നമ്മളുടെ സെൻസസ് എടുക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ആദിവാസികളുടെ ഇടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയാത്ത ഒരാളുടെ അടുത്തേക്ക് പോവുകയാണ്. ദെൻ നമ്മളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നോർമൽ ലാംഗ്വേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, റിയൽ ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഇനി വരുന്ന പ്രൊഡക്റ്റുകൾക്ക് വരും. സോ അങ്ങനെ റിയൽ ടൈം ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഭാഷിണി സ്കീമും ആദി വാണി സ്കീമും. ഓക്കെ, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ഓക്കെ, ദെൻ കൾച്ചറിന് ഇവിടെ ഇതുമായിട്ട് ബന്ധമില്ല, കൾച്ചറൽ മിനിസ്ട്രിക്ക് ഇതുമായിട്ട് ബന്ധമില്ല. ദെൻ ആദി വാണി സ്കീം, വാണി എന്ന് കേൾക്കുമ്പോഴേക്കും ആകാശവാണിയും PM വാണി പ്രൊജക്റ്റും ഒക്കെ ഒന്നും മനസ്സിലേക്ക് വരരുത്. ആദി വാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്ന പ്രൊജക്റ്റാണ്? നമ്മളുടെ ലാംഗ്വേജ്, ആദിവാസി ലാംഗ്വേജുകൾ റിയൽ ടൈം കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകണം. സോ എർത്ത് ക്വേക്ക്, അഫ്ഗാനിസ്ഥാനിലെ എർത്ത് ക്വേക്ക് ഇപ്പോൾ കറന്റ് ന്യൂസിലുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എർത്ത് ക്വേക്കിനെ കുറിച്ചിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു 40 മിനിറ്റ്സിന്റെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്, എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത് എങ്ങനെ, രസം ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊക്കെ പറയുന്ന പോലെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊക്കെ ഞാനന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്? സോ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള കൊളീഷൻ ആണ്. സോ നമ്മൾ അന്ന് അതിന്റെ ഹിസ്റ്ററി തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി വരുന്നത്, അതിനുശേഷം ആൽത്തർ ഹോംസ് എങ്ങനെയാണ് ആ ഒരു തിയറിയെ ഇവോൾവ് ചെയ്യിച്ചത്, ദെൻ എങ്ങനെയാണ് 3 ഇമ്പോർട്ടൻറ്റ് സ്പേസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവാനായിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് സ്പേസുകൾ, ലോകത്തെ മാപ്പിൽ 3 ഇമ്പോർട്ടൻറ്റ് സ്പേസുകൾ എവിടെയൊക്കെയാണ്? ഒന്ന് സർക്യൂം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ എന്ന് പറയും. ദെൻ രണ്ടാമത്തെ ഏതാണ്? നമ്മളുടെ മോറാണ്, മിഡ് ഓഷ്യാനിക് റിഡ്ജുകളാണ്. ദെൻ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്, ട്രാൻസ് യുറേഷ്യൻ ബെൽറ്റ്. ഓർക്കുന്നുണ്ടോ? മറന്നു പോയിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, പഠിച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും ഒന്ന് പോവുക. സോ എനിക്ക് എർത്ത് ക്വേക്കിന്റെ ഡിസ്കഷൻ വീണ്ടും ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതിയുണ്ട്, ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ ന്യൂസുകളിലേക്ക് വരുമ്പോൾ, ഇനി മൊത്തം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു 60 to 70% നമ്മൾ റിവൈസ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ 3 മാസമായില്ല നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. സോ ഇനി വരുമ്പോൾ, ഇനിയിപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റീനെ കുറിച്ചിട്ടൊരു വാർത്ത അടുത്ത മാസം വരും. ദെൻ എർത്ത് ക്വേക്ക് വരും, സുനാമികൾ വരും ചിലപ്പോൾ, ദെൻ അല്ലെങ്കിൽ ക്ലൗഡ് ബേഴ്സുകളെ കുറിച്ച് വരും. കഴിഞ്ഞ ദിവസമൊക്കെ ക്ലൗഡ് ബേഴ്സിനെ കുറിച്ചൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. നമ്മളത് ചൂസ് ചെയ്തില്ല, കാരണം എന്താ? ക്ലൗഡ് ബേഴ്സ് ഒക്കെ നമ്മൾ പഠിപ്പിച്ച് വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങൾ പത്രത്തിലൊരു വാർത്ത കണ്ടു കഴിയുമ്പോൾ എന്താണ്, പുതിയ വാർത്തകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷെ പഴയ വാർത്തകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷനിലേക്ക് പോകണം. സോ എർത്ത് ക്വേക്ക് നിങ്ങളിൽ പലരും മറന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് എർത്ത് ക്വേക്ക്, എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, ഇത് എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മറന്നുപോയി. സോ ആ ഒരു സ്ലൈഡ് നിങ്ങൾ എടുക്കുക. സ്ലൈഡ് സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നോട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടുകളിലേക്ക് എടുക്കുക നിങ്ങൾ. ഓക്കെ, ദെൻ എന്താണ് എർത്ത് ക്വേക്ക് എന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, ട്രാൻസ് യുറേഷ്യൻ ബെൽറ്റ് എത്ര പേര് ഓർക്കുന്നുണ്ട്? സോ അതെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വീണ്ടും വരണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ അന്നത്തെ ഡിസ്കഷന്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ എന്താണ്, എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്ന 2 സ്കെയിലുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പലപ്പോഴും PSC പരീക്ഷകൾക്കും അല്ലെങ്കിൽ SSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ 2 സ്കെയിൽ അല്ലെങ്കിൽ 2 തരത്തിൽ, പ്രധാനമായിട്ടും 2 തരത്തിൽ, 2 തരത്തിൽ മാത്രമല്ല, പ്രധാനമായിട്ടും 2 തരത്തിലാണ് എർത്ത് ക്വേക്കിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റിച്ചർ സ്കെയിൽ. റിച്ചർ സ്കെയിലിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി. റിച്ചർ സ്കെയിൽ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിലൊക്കെ എർത്ത് ക്വേക്കിന്റെ വാർത്ത വരുമ്പോൾ റിച്ചർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തി. പക്ഷേ റിച്ചർ സ്കെയിൽ നിങ്ങൾ കണക്കാക്കേണ്ടത്, റിച്ചർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ്. സോ 2 രീതിയിലാണ് പ്രധാനമായിട്ടും എർത്ത് ക്വേക്കുകൾ തീവ്രത അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്നത്.
ഒന്ന് റിച്ച് സ്കെയിൽ, ദെൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കാലി സ്കെയിൽ. ഓക്കെ, മെർക്കാലി സ്കെയിൽ. സോ എന്താണ് ഈ രണ്ടിന്റെയും ഡിഫറൻസ്? എന്താണ് റിച്ചർ സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മെർക്കാലി സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള ഡിഫറൻസ്? റിച്ചർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ്? അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവുകളുടെ കണക്കെടുക്കും ഇദ്ദേഹം. റിച്ചർ സ്കെയിൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് വേവുകളുടെ കണക്കെടുക്കും. എന്നിട്ട് ആ ഒരു അൽഗോരിതത്തെയാണ് അനലൈസ് ചെയ്യുന്നത്. ഇത്ര ഡിഗ്രി തീവ്രതയിലാണ്, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി തീവ്രതയിലാണ്, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി കൂടുതലാണ് നമ്മളുടെ ഈ വർഷം റിപ്പോർട്ട് ചെയ്ത എർത്ത് വേക്ക് എന്ന് കണക്കെടുക്കും. അതിനുള്ള മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് എന്ത്? റിച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ റിച്ചർ സ്കെയിലിൽ ഒരു മോഡിഫൈഡ് ഫോം ഉണ്ട്, മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. സോ റിച്ചർ സ്കെയിലിന്റെ പരിമിതികളൊക്കെ മാറ്റിയിട്ട് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. മനസ്സിലായോ? സോ റിച്ചർ സ്കെയിൽ ഒന്നും അല്ല ഇപ്പൊ കറന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. റിച്ചർ സ്കെയിൽ പഴയ ഒരു യൂസേജ് ആയിട്ടുള്ള ഒരു ടൈമാണ് റിച്ചർ സ്കെയിൽ. സോ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. പക്ഷേ പലപ്പോഴും നമ്മളുടെ ന്യൂസുകളിൽ പലപ്പോഴും കേൾക്കുന്നത് എന്താണ്? റിച്ചർ സ്കെയിലിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി. അപ്പോൾ UPSC പഠിച്ച ഒരാൾ എന്ത് പറയണം? ഇപ്പോൾ റിച്ചർ സ്കെയിൽ ഒന്നുമല്ല, റിച്ചർ സ്കെയിലൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ്? ദ ലോഗരിതമിക് നേച്ചർ. അതായത് ഒരു മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വേവുകളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ വേവിനെ കുറിച്ച് പഠിച്ചിട്ടില്ല? ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇത് തന്നെയാണല്ലോ വേവ് എന്ന് പറയുന്നത്. സോ ഇതിൽ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണക്കാക്കുന്നത്? എത്ര ഉയരം എന്നുള്ളതാണ്. സോ അതേപോലെ ഒരു എർത്ത് ക്വേക്ക് വേവിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കുക എന്നുള്ളതാണ് റിച്ചർ സ്കെയിലിന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ കംസ് ടു നമ്മളുടെ മെർക്കാലി സ്കെയിൽ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാകും. മെർക്കാലി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ, റിച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതാണ്. മെർക്കാലി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ്. ഇന്റൻസിറ്റി എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത് ഭൂകമ്പം നടന്നു കഴിഞ്ഞതിന് ശേഷം എത്ര ബിൽഡിങ്ങുകൾ കൊളാപ്സ് ചെയ്തു, എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി, എത്ര ബിൽഡിങ്ങുകൾ പൂർണ്ണമായിട്ടും നശിച്ചു, എത്ര പാലങ്ങൾ നശിച്ചു. സോ ഡാമേജ് അളക്കുന്ന ഒരു ഉപകരണമാണ്. അല്ലാണ്ട് ഇതിന് വേവുമായി ബന്ധപ്പെട്ട അൽഗോരിതവുമായിട്ടോ യാതൊരു ബന്ധമില്ല. എന്താണ് ഇവിടെ മേജർലി ചെയ്യുന്നത്? ഇവിടെ എർത്ത് വേക്ക് സംഭവിച്ചതിന് ശേഷം അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ഇന്റൻസിറ്റി, മാഗ്നിറ്റ്യൂഡ് അല്ല ഇന്റൻസിറ്റി, അതെങ്ങനെ അളക്കും? ഡാമേജ് അളക്കും. ഓക്കെ, ഞാനിവിടെ ഒരു പിക്ചർ കാണിക്കാം. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഫെൽറ്റ് ബൈ ഇൻഡോർസ് ബൈ മെനി. അതായത് വീടിന്റെ അകത്തിരിക്കുന്നവർക്ക് ഫെൽറ്റ് ചെയ്തോ, അങ്ങനെയൊക്കെ നോക്കുന്നതാണ്. അതായത് ഡാമേജ് സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എർത്ത് വേക്ക് സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അവര് സർവേ പോലെ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അകത്തിരിക്കുന്നവർക്ക് സംഭവിച്ചോ, എത്ര പാലങ്ങൾ തകർന്നു വീണു, അല്ലെങ്കിൽ എത്ര ഹോസ്പിറ്റലുകൾ തകർന്നു വീണു, അല്ലെങ്കിൽ പൂർണ്ണമായി നശിച്ച ബിൽഡിങ്ങുകൾ, ദെൻ നമ്മളുടെ പുതുതായിട്ട് ബിൽഡ് ചെയ്ത ബിൽഡിങ്ങുകളിൽ എത്ര സാരമായിട്ട് ബാധിച്ചു. അങ്ങനെ അതിന്റെ ഇന്റൻസിറ്റി അളക്കുന്നത്, ഡാമേജിന്റെ ഇന്റൻസിറ്റി അളക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഈ മെർക്കാലി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ 12 ക്ലാസിഫിക്കേഷനുകൾ വരും. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 12 ക്ലാസിഫിക്കേഷനുകൾ വരും. ഓക്കെ, പക്ഷേ നമ്മളുടെ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ റിച്ചർ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്താ ചെയ്യുന്നത്? റിച്ചർ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ചെയ്യുന്നത് നമ്മളുടെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് അളക്കുക. അതായത് ഒരു വേവിന്റെ മാഗ്നിറ്റ്യൂഡ് അളക്കും. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ളത് എന്താണ്? കുറച്ചും കൂടി, രണ്ടും സയന്റിഫിക് ആണ്, സയന്റിഫിക് അല്ല എന്നല്ല, പക്ഷേ ഇത് കുറച്ചും കൂടി തീവ്രത. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? മെർക്കാലി ഇന്റൻസിറ്റിയുടെ മലയാളം എന്താ? ഇന്റൻസിറ്റിയുടെ മലയാളം തീവ്രത എന്നാണ്, അല്ലെ? സോ മെർക്കാലി തീവ്രത സ്കെയിൽ, അല്ലെങ്കിൽ മെർക്കാലിയുടെ തീവ്രത സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? സോ അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഗ്യാപ്പ് ആണ്. മാഗ്നിറ്റ്യൂഡ് അളക്കുന്നത് റിച്ചർ സ്കെയിലാണ്, യാതൊരു സംശയവും വേണ്ട, മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. സോ RM എന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ആണോ ഇന്റൻസിറ്റി ആണോ, ഇത് എപ്പോഴും ചോദിക്കുന്നത് ഈ മാഗ്നിറ്റ്യൂഡും ഇന്റൻസിറ്റിയും ചേഞ്ച് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ RM എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. റിച്ചർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ്,
മെർക്കാലി ആണെങ്കിൽ ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡാമേജ് നടന്നതിന് ശേഷം ഒരു സർവേ എടുക്കും. ഒരാൾ പോയിട്ട്, ഒരാളല്ല, പല ഉപകരണങ്ങൾ വെച്ചിട്ട് ഒരാൾ പോയിട്ട് സർവേ എടുക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുക. ഒരാൾ പോയിട്ട് സർവേ എടുക്കും. ഇങ്ങനെ എത്ര കെട്ടിടങ്ങൾ മറിഞ്ഞു വീണു, അല്ലെങ്കിൽ ഇത്ര പേർക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, ഡാമേജിന്റെ ഇന്റൻസിറ്റി മാത്രമാണ് നമ്മളുടെ മെർക്കാലി സ്കെയിൽ കണക്കാക്കുന്നത്. റിച്ച് സ്കെയിൽ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ വേവിന്റെ അൽഗോരിതമിക് നേച്ചർ, വേവ് സയന്റിഫിക്കലി പഠിക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എൽ വേവ്സും ഉണ്ട്, വേറെ തരം വേവുകളുണ്ട്, സെഡ് വേവ്സുകളുണ്ട്, പ്രൈമറി വേവ്സുകളുണ്ട്. ഈ വേവുകളെല്ലാം പഠിച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അളവാക്കും. സോ ഇതാണ് റിച്ച് സ്കെയിലും നമ്മളുടെ റിച്ച് മാഗ്നിറ്റ്യൂഡ് സ്കെയിലും നമ്മളുടെ മെർക്കാലി ഇന്റൻസിറ്റി സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ. സോ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു മാർക്കിന്റെ ചോദ്യമൊക്കെ ചോദിക്കാം, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. UPSCയിൽ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും UPSC കുറച്ചും കൂടി തോട്ട് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു വന്നിരിക്കുന്നത്. എങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ മെർക്കാലി ആൻഡ് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ റിച്ച് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് ന്യൂസിലേക്ക് പോകാം. തേർഡ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. സോ ഇന്ത്യൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഒരു $1 ട്രില്യൺ മാർക്കറ്റ് ആക്കും എന്നുള്ളതാണ് നമ്മളുടെ മോദിജിയുടെ പ്രഖ്യാപനം. ഓക്കെ, സോ $1 ട്രില്യൺ. അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 45 to 60 ബില്യൺ ആണ്, അറൌണ്ട് 50 ബില്യണേക്ക് അടുത്താണ് നമ്മളുടെ സെമി കണ്ടക്ടർ പ്രൊഡക്ഷനും സെമി കണ്ടക്ടർ മാർക്കറ്റും വർക്ക് ചെയ്യുന്നത്. സോ അതിനെ ഇനി ഒരു $1 ട്രില്യൺ മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര കൂടി മുന്നോട്ട് പോകാനുണ്ട്? എത്ര ബില്യൺ ആണ് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എത്ര ബില്യൺ ആണ് ഒരു ട്രില്യൺ? 100 ബില്യൺ ആണ് ഒരു ട്രില്യൺ, അല്ല 1000 ബില്യൺ ആണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ 45-ൽ നിന്ന്, അതായത് 2030 കൂടിയൊക്കെ നമ്മൾ ഒരു 2023-24 കാലഘട്ടങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 100 ബില്യൺ മാർക്കറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ്. സോ ആ ഒരു എയിം നമ്മൾ എത്തും ടുവേർഡ്സ് 2040-47 ആകുമ്പോഴേക്കും ഒരു $1 ട്രില്യൺ മാർക്കറ്റിലേക്ക് നമ്മളുടെ സെമി കണ്ടക്ടർ മാറും. ഓക്കെ, സോ സെമി കണ്ടക്ടർ കയ്യിലുള്ളവനാണ് ഇനി ലോകം ഭരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് സെമി കണ്ടക്ടേഴ്സ്? വൈ ഇറ്റ്സ് കോൾഡ് സെമി കണ്ടക്ടർ? കണ്ടക്ടർ നിങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? ഫിസിക്സിൽ കണ്ടക്ടിവിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. കണ്ടക്ടർ ഇലക്ട്രിസിറ്റി വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ബസ്സിൽ നമ്മൾ കണ്ടക്ടർ കേട്ടിട്ടുണ്ട്, ആ കണ്ടക്ടർ അല്ലത്. അതായത് ഇലക്ട്രിസിറ്റി വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ദെൻ വൈ ഇറ്റ്സ് കോൾഡ് സെമി കണ്ടക്ടർ? നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകളൊക്കെയാണ്. സോ എന്തുകൊണ്ടാണ് ഇതിനെ സെമി എന്ന് വിളിക്കുന്നത്? ഫുൾ എന്ന് വിളിച്ചൂടെ? സോ സെമി മീൻസ് കണ്ടക്ടറായിട്ട് മാത്രമല്ല ഈ ചിപ്പുകൾ ആക്ട് ചെയ്യുക. അതായത് കണ്ടക്ടറും ഇൻസുലേറ്ററുമായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ചിപ്പുകളെയാണ് നമ്മൾ സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെമി കണ്ടക്ടറിന്റെ ഒരു പ്രത്യേകതയാണ് കണ്ടക്ടിവിറ്റിയും ഇൻസുലേറ്റിങ്ങും ഒരുമിച്ച് നടത്താനായിട്ടുള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രത്യേകത. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഫോണിൽ നിങ്ങൾ എപ്പോഴും കണ്ടക്ടിവിറ്റി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എപ്പോഴും ചാർജുകൾ വന്നുകൊണ്ടിരുന്ന നിങ്ങൾ ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ ഫുൾ പ്രവർത്തനം നടക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള രണ്ട് പ്രവൃത്തിയും ചെയ്യുന്ന സാധനത്തെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ ചോദിച്ചൂടെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചൂടെ, സെമി കണ്ടക്ടേഴ്സ് പാസ് ഇലക്ട്രിസിറ്റി ഫ്ലോസ് റെഗുലർലി. സെമി കണ്ടക്ടേഴ്സ് ഓൾസോ ആക്ട് ആസ് ആൻ ഇൻസുലേറ്റേഴ്സ് ഇൻ ദ ചിപ്പ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിക്കൂടെ? അപ്പൊ നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ വാർത്തയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാത്ത ഒരാൾ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊരു സംശയം വരാം. സോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ടുകൾ വെച്ചിട്ടാണ്. വലിയ അതിഗംഭീരമായിട്ട്, അതായത് സെമി കണ്ടക്ടറിന്റെ പ്രവർത്തന രീതിയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനുകളൊന്നും കാണിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ചെറിയ അടിയിലത്തെ ചിപ്പിന്റെ പേരെന്താണ്, അങ്ങനെയൊന്നുമല്ല സെമി കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചോദ്യങ്ങൾ വരിക. ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ. സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ സെമി കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഡോപ്പിംഗ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിന്റെ
നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റീസ് ഒക്കെ ആഡ് ചെയ്യും, മെറ്റൽസ് ആഡ് ചെയ്യും, അങ്ങനെയുള്ള ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ഓക്കെ, സോ രണ്ട് സെമി കണ്ടക്ടിവിറ്റി ഒരുമിച്ച് വരുന്ന രണ്ട് കണ്ടക്ടർ, അതായത് രണ്ട് ചിപ്പുകൾക്ക് ഒരേ സെമി കണ്ടക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഈക്വൽ ആണെങ്കിൽ അതിനെ ഒരു ഡോപ്പിംഗ് ജംഗ്ഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, സോ ഒരു ചോദ്യമാവാം, ഡോപ്പിംഗ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ്, അല്ലെങ്കിൽ സ്പോർട്സിൽ ഡോപ്പിംഗ് ഉണ്ട്, ഇല്ലീഗൽ ഡ്രഗ്സുകൾ കുത്തിക്കറ്റുന്നു. സോ ഇംപ്യൂരിറ്റീസ് അകത്തേക്ക് എടുക്കുന്നതിനെയാണ് ഡോപ്പിംഗ്. അത് സെമി കണ്ടക്ടറിന്റെ ആയി കഴിഞ്ഞാലും സ്പോർട്സിലായി കഴിഞ്ഞാലും. സോ ഡോപ്പിംഗ് ഇൻ റിലേഷൻ ടു സെമി കണ്ടക്ടേഴ്സ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനുകൾ തരും. ഡോപ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ഫോർ ബെറ്റർ കണ്ടക്ടിവിറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡോപ്പിംഗ് റെഡ്യൂസസ് ദ ഫങ്ഷനിങ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ശരിയാണോ? അല്ല. കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കും കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോപ്പിംഗ്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി പോകാം. സോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനുകളാണ് എന്താണ് സെമി കണ്ടക്ടേഴ്സ്. സോ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോഴും എന്തുകൊണ്ടാണ് അതിൽ സെമി എന്ന് വിളിച്ചത് എന്നുള്ള സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് എന്ന് പറയില്ല, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ട് ഇതിന് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഫുൾ കണ്ടക്ടേഴ്സ് എന്നൊന്നും വെറും കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാത്ത എന്താണ്? സോ ഇത് 2 ഫംഗ്ഷനുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടക്ടിവിറ്റി, 2 ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡോപ്പിംഗ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. നമ്മൾ സ്പോർട്സിൽ ഡോപ്പിംഗ് എന്ന് കേൾക്കില്ലേ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗുകൾ എടുത്തിട്ട് നമ്മളുടെ വേഗത കൂട്ടുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത് സ്പോർട്സിൽ. അതുപോലെ തന്നെ എന്താണ് സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യത്തിലും ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി, അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണല്ലോ കണ്ടക്ടിവിറ്റി, ആ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ വിഷൻ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ വിഷനെ കുറിച്ചിട്ടാണ്. എന്താണ്? ഞാൻ പറഞ്ഞു 100 ബില്യൺ ബൈ 2030, 2030 കൂടിയിട്ട് 100 ബില്യൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ മേജർ ലക്ഷ്യം എന്താണ്? മേജർ ലക്ഷ്യം 2047 കൂടിയിട്ട് $1 ട്രില്യൺ, 2047 പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞിട്ടില്ല, 1 ട്രില്യൺ സെമി കണ്ടക്ടർ മാർക്കറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് മേഖലയിലുള്ള ലക്ഷ്യം. ഓക്കെ, സോ കറന്റ് മാർക്കറ്റ് വാല്യൂ 2023 പ്രകാരം 45 ബില്യൺ ആണ്. ഓക്കെ, സോ 2030 കൂടിയിട്ട് 100 ബില്യൺ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഒരു 900 ബില്യൺ അല്ലെങ്കിൽ 900 ബില്യൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 1 ട്രില്യൺ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്താനായിട്ട് സാധിക്കുക. സോ ഇതാണ് ആ ഒരു മാപ്പ് വന്നിരിക്കുന്നത്. ദെൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? രാജ്യം ഒന്ന് തായ്വാനാണ്. സോ തായ്വാൻ ഇത്രയും കുഞ്ഞൻ രാജ്യമായിട്ടും ഇത്രയും ശക്തമായിട്ടുള്ള രാജ്യമായിട്ട് നിൽക്കുന്നത് അവരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സോ സൗത്ത് കൊറിയ, തായ്വാൻ, ജപ്പാൻ, ദെൻ ആരാണ്? US ഇറ്റ്സെൽഫും നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സെമി കണ്ടക്ടേഴ്സിനുള്ള റയർ എർത്ത് എലമെന്റുകൾ ഏറ്റവും കൂടുതലൊക്കെ എവിടെയൊക്കെ ഉണ്ട്? പല രാജ്യങ്ങളിലും ഉണ്ട്, ചൈനയിലും ഉണ്ട്. സോ ചൈന പെർട്ടിക്കുലർലി ഇതിൽ 1ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നില്ല, തായ്വാനാണ് മുന്നിൽ നിൽക്കുന്നത്, ദെൻ സൗത്ത് കൊറിയ, ജപ്പാൻ. സോ ജപ്പാൻ ഇന്ത്യ റിലേഷനുകളിൽ നമുക്ക് ഈ സെമി കണ്ടക്ടർ യൂസ് ചെയ്തുകൂടെ? സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി എന്ന് പറയുന്ന 5ാമത്തെ ഹെഡ്സിൽ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റും. സെമി കണ്ടക്ടേഴ്സ് നമുക്ക് യമഹ അല്ലെങ്കിൽ ടൊയോട്ട പോലെയുള്ള, ഹോണ്ട പോലെയുള്ള കമ്പനീസിനെ മാത്രമല്ല, സെമി കണ്ടക്ടേഴ്സിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനീസിനെ കൂടി നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന സജഷനൊക്കെ നമുക്ക് എന്തിൽ വെക്കാനായിട്ട് സാധിക്കും? നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളിൽ വെക്കാനായിട്ട് സാധിക്കും. സോ ഇന്ത്യൻ സെമി കണ്ടക്ടർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ദെൻ ഇന്ത്യക്ക് 2021 മുതൽ ഇന്ത്യ സെമി കണ്ടക്ടേഴ്സ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്. ഇന്ത്യക്ക് ഇന്ത്യൻ സെമി കണ്ടക്ടേഴ്സ് മിഷൻ, ഇന്ത്യയിലെ സെമി കണ്ടക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോഞ്ച് ചെയ്തിരിക്കുന്ന 2021 ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ത്യ സെമി കണ്ടക്ടേഴ്സ് മിഷൻ. 76,000 കോടി രൂപ ഫിനാൻഷ്യൽ ഔട്ട്ലേ കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്താണ്?
ഇതിൽ വഴി നമ്മൾ ഡിഫറെന്റ് പ്രൊജക്റ്റുകൾ ഉണ്ട്. അതായത് ഇപ്പോൾ DOLED ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ വേറെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെ ഡിഫറെന്റ് പ്രൊജക്റ്റുകൾ ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് മിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. എന്താണ്? പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻസെന്റീവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമും നമ്മൾ ഈ ഒരു എന്താണ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിൽ, അതായത് സെമി കണ്ടക്ടർ മിഷന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട 1-2 പ്രൊജക്ടുകളാണ് മോഡിഫൈഡ് സ്കീം ഫോർ സെമി കണ്ടക്ടേഴ്സ് ഫാബ്, ദെൻ മോഡിഫൈഡ് സ്കീം ഫോർ ഡിസ്പ്ലേ ഫാബ്, അതായത് LED ഡിസ്പ്ലേ അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യുക, നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ATMP ഫെസിലിറ്റീസ്, ദെൻ സെമി കണ്ടക്ടേഴ്സ് ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് പ്രൊജക്ടുകൾ. സോ ഇറ്റ്സ് എ അംബ്രല സ്കീമാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത് ഒരു അംബ്രല സ്കീമാണ്. ഇതിന്റെ അണ്ടറിൽ സെക്ടർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനുകളിൽ പ്രൊജക്ടുകൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഫോർ സെമി കണ്ടക്ടർ സെക്ടർ. ഓക്കെ ആണോ? ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക ഈ ഒരു പ്രൊജക്റ്റിൽ? ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മളുടെ സെമി കണ്ടക്ടർ മേഖലയിൽ. നമ്മളുടെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ജപ്പാനും ചൈനയും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ബന്ധത്തിലേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് തായ്വാന്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? തായ്വാനും ചൈനയും തമ്മിൽ യുദ്ധമാണ്. സോ നമ്മൾ കൂടുതൽ തായ്വാനോട് അടുത്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ചൈനയോട് കൂടുതൽ അടുപ്പം കുറയുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ വീണ്ടും ഈ സെമി കണ്ടക്ടർ മേഖലയിലുണ്ട്. സോ ഇന്ത്യയുടെ ലക്ഷ്യമെന്ന ഈ $1 ട്രില്യൺ എന്നുള്ളത് എത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം എന്താണ്? നമ്മളിപ്പോൾ 100 ബില്യണിലേക്ക് എത്തുന്നേ ഉള്ളൂ 2030 കൂടിയിട്ട്. ഓക്കെ, 100 ബില്യണിലേക്ക് എത്തുന്നുള്ളൂ. ഇനി ഒരു 900 ബില്യൺ കൂടിയിട്ട് നമുക്ക് വേണം. ഓക്കെ, സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാലും എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്, ഇന്ത്യ ഇപ്പോൾ കറന്റ് എവിടെയാണ് നിൽക്കുന്നത്, തായ്വാൻ, സൗത്ത് കൊറിയ, USA, പെർട്ടിക്കുലർലി USAയും ദെൻ ചൈനയും ഉണ്ട് കേട്ടോ. ചൈനയില്ല എന്നൊന്നുമല്ല, ചൈനയും ഉണ്ട്. പക്ഷെ തായ്വാനും സൗത്ത് കൊറിയയും ജപ്പാനും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സിക്കിൾ സെൽ അനീമിയ ഡിസീസ്, അല്ലെങ്കിൽ SCD എന്ന് നോർമലി വിളിക്കും. സിക്കിൾ സെൽ അനീമിയ നമ്മൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. നമ്മളുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സിക്കിൾ സെൽ അനീമിയ ഡിസീസ്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസ് ആണ്. നമ്മളുടെ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസുകൾ അനീമിക് കണ്ടീഷനിലേക്ക് മാറുകയും ഒരു അരിവാള് പോലെ അല്ലെങ്കിൽ ക്രസന്റ് പോലെ വളഞ്ഞു പോവുകയും ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റില്ല, അതില്ലെങ്കിൽ അതിന്റെ നോർമൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ് ഒന്നും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗ അവസ്ഥയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയും. ഓക്കെ, നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസ് എന്ത് പറ്റും? അരിവാള് പോലെ അല്ലെങ്കിൽ ഒരു ക്രസന്റ് പോലെ, നോർമലി ഒരു റൗണ്ടിലാണ് അത് ഇരിക്കാറ്, അതെന്ത് ചെയ്യും? ഒരു ക്രസന്റ് പോലെ വളഞ്ഞു പോവുകയും അത് നോർമൽ ഫങ്ഷനിങ് നടത്താതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഒരു സിക്കിൾ സെൽ അനീമിയ രോഗം. കറന്റ്ലി സിക്കിൾ സെൽ അനീമിയയെ റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. എല്ലാവരെയും അല്ല, 2 മ്യൂട്ടേഷനുകളെ മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം എങ്ങനെയാണ് ഒരു ആളെ, ഒരു ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമുള്ള ഒരാളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രകാരമാണ് അവർക്കുള്ള റൈറ്റുകളും അവർക്കുള്ള അവകാശങ്ങളും അവരെങ്ങനെയാണ് ലോകം പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ആക്ടാണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. യുണൈറ്റഡ് നേഷന്റെ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന്റെ കൺവെൻഷൻ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പ്രകാരം 40% ഡിസബിലിറ്റി ഉള്ള ഒരു ഡിസബിലിറ്റിയെ നമുക്ക് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസബിലിറ്റി പ്രകാരം 40% ഡിസബിലിറ്റി ഉള്ള ആർക്കും എന്തിനു വേണ്ടിയിട്ട്? സ്കൂളിംഗ് ഫ്രീ ആയിരിക്കും, ദെൻ അവർക്ക് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്, ദെൻ അതുമാത്രമല്ല ജോലിയിൽ ഏകദേശം 4% എന്തുണ്ട്, റിസർവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ പല എക്സാമുകൾക്കും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്. എന്താണ്, ആർ യു എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും. PWD കാറ്റഗറി യെസ് ഓർ നോ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് താഴേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ ഒരു ആക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ദെൻ സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയയെ 2 മ്യൂട്ടേഷനുകളെ, അതായത് ഒരു ജനറ്റിക് ഡിസീസസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ സെല്ലിനുണ്ടാകുന്ന ഒരു വളവ് അല്ലെങ്കിൽ സെല്ലിനുണ്ടാകുന്ന ആക്ച്വൽ ഫംഗ്ഷനിൽ നിന്ന് മാറിയിട്ട് സിക്കിൾ സെല്ല് പോലെ അല്ലെങ്കിൽ ഒരു ക്രസന്റ് ഷേപ്പിലേക്ക് അത് മാറുന്നു. ഓക്കെ, സോ അതിലെ 2 മ്യൂട്ടേഷനുകളെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു റൈറ്റ് ഓഫ് പീപ്പിൾസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ആക്ടിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ആ ഒരു ഡിസബിലിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയുള്ളവർക്ക്, ആ 2 മ്യൂട്ടേഷനുകൾ ഉള്ളവർക്ക് ഇനി മുതൽ എന്ത് കിട്ടും? നമ്മളുടെ PWDയുടെ ഇത് കിട്ടും. അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കും. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത് നമ്മളുടെ ഈ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിനെ നമ്മൾ കണക്കാക്കുന്നത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യണം. സിക്കിൾ സെൽ അനീമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ ജീവിതം ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, ജീനുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം. പെർട്ടിക്കുലർലി ട്രീറ്റ്മെന്റുകളൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂറേറ്റീവ് മെഷറുകൾ അവർക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ സിക്കിൾ സെൽ അനീമിയയും ഇന്ത്യയും നോക്കാം. സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിൽ ഇന്ത്യ 3rd ലാർജസ്റ്റ് കൺട്രിയാണ്. ലോകത്തിൽ 3ാമത്തെ വലിയ രാഷ്ട്രമാണ് ഇന്ത്യ. എന്തിന്റെ കാര്യത്തിൽ? നമ്മളുടെ സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിൽ. ഇന്ത്യൻ GDP ലോകത്തെ 4ാമത്തെ വലിയ അല്ലെങ്കിൽ 3ാമത്തെ വലിയ GDP മാത്രമല്ല, സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിലും നമ്മൾ 3ാമതാണ്. ഓക്കെ, സോ ഇന്ത്യക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2047 കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിക്കിൾ സെൽ അനീമിയയെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ സിക്കിൾ സെൽ അനീമിയ പ്ലാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിക്കിൾ സെൽ അനീമിയ പ്രോഗ്രാം വിഷൻ. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രകാരം 2047 എത്തുമ്പോഴേക്കും നമ്മൾ ടോട്ടൽ എലിമിനേഷൻ, കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് സിക്കിൾ സെൽ അനീമിയ. ദെൻ സ്റ്റെം സെല്ലുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റെം സെൽ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീനുകളെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് സ്റ്റെം സെൽ ടെക്നോളജി കുറച്ച് റിസർച്ചുകൾ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജീനുകളെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ സിക്കിൾ സെൽ അനീമിയെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കാരണമായിട്ടുള്ള ജീനുകളെ പോയിട്ട് എഡിറ്റ് ചെയ്യും. അതായത് നമ്മളുടെ സെല്ലുകളെ എഡിറ്റ് ചെയ്തിട്ട് പുതിയ ആരോഗ്യമുള്ള സെല്ലുകളെ നമുക്ക് മനുഷ്യനിൽ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഈ CRISPR-Cas9 ടെക്നോളജി എന്ന് കേട്ടിട്ടുണ്ടോ? CRISPR-Cas9 ടെക്നോളജി UPSCയിൽ മുന്നേ ചോദ്യമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. CRISPR-Cas9 ടെക്നോളജീസ് റിലേറ്റഡ് ടു ജീൻ എഡിറ്റിംഗ് സംതിങ് ആണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ CRISPR-Cas9 ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സെല്ലുകൾ ഉണ്ടല്ലോ, നമ്മൾ കത്രിക വെച്ച് മുറിക്കില്ലേ, അതേപോലെ ജീനുകളെ കത്രിക വെച്ച് മുറിച്ച് എഡിറ്റ് ചെയ്യുന്ന, കത്രികയല്ല അതിനുള്ള ടൂളാണ്, കത്രികയ്ക്ക് പകരം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് CRISPR-Cas9 ടെക്നോളജി. ഓക്കെ, സോ അങ്ങനെയുള്ള സ്റ്റെം റിസർച്ചുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകളും റിസർച്ചുകളും എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പെർട്ടിക്കുലർലി ഇവരെ നാഷണൽ ഹെൽത്ത് മിഷൻ മായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻസുകൾ കൊടുക്കാറുണ്ട്. ദെൻ ജീൻ തെറാപ്പി ഗൈഡ് ലൈൻസുകൾ നമ്മൾ 2019 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രധാനപ്പെട്ടും നമ്മൾ ഈ ഒരു സിക്കിൾ സെൽ അനീമിയെ കുറിച്ച് ഓർക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. 2047 നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ, ദെൻ എന്താണ് സ്റ്റെം സെൽ റിസർച്ച്, ദെൻ ബാക്കിയുള്ളത് നമ്മൾ നാഷണൽ ഹെൽത്ത് മിഷനിൽ എന്തായാലും പ്രൊട്ടക്ട് ചെയ്യണമല്ലോ അസുഖമുള്ളവരെ. ദെൻ ജീൻ തെറാപ്പി ഗൈഡ് ലൈൻസിലും പെർട്ടിക്കുലർലി ഇത് അണ്ടറിൽ വരും. ഓക്കെ, ദെൻ ഇവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതായത് ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, അവയർനെസ് ഇല്ല. സാധാരണ ആളുകൾക്കാണ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദളിതർക്കും ആദിവാസികൾക്കുമാണ് ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ അനീമിയ വരുന്നത്. അതായത് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിൽ ഈ സിക്കിൾ സെൽ അനീമിയ ഒരു പകർച്ചവ്യാധി പോലെ പകർന്നുകൊണ്ടിരിക്കുന്ന അസുഖമാണ്. പക്ഷെ ഇത് പകർച്ചവ്യാധി അല്ല. കാരണം എന്താണ്? ജീനോമാണ്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, സോ അവരുടെ ജീനുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മാറ്റാനായിട്ട്, ഇപ്പൊ നമ്മൾ ഗുജറാത്തിൽ ഒരു പ്രോഗ്രാം നടത്തുന്നില്ലേ, മോദിജിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ മോദിജിയുടെ ഗുജറാത്തിൽ, അവിടെ
ആദിവാസി ജീനുകളെ ക്യാപ്ചർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊജക്ട്, ഒരു വൈഡ് പ്രൊജക്ട് ഗുജറാത്തിൽ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള റിസർച്ചിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീനോം കളക്ഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇവരുടെ പ്രോബ്ലം? അതായത് അവയർനെസ് ആണ്, ദെൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കുള്ള ആക്സസ് ഇല്ലായ്മ, ദെൻ പേയ്മെന്റ്, ഇത്രയും വലിയ ജീൻ തെറാപ്പിയൊക്കെ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ജീനോം എഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഹൈ എൻഡ് ഇൻഡിവിജ്വലുകൾക്കേ പറ്റുള്ളൂ. സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആക്സസബിൾ ആയിരിക്കും ഇല്ല. സോ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെയാണ് സിക്കിൾ സെൽ അനീമിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം, ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് വരാം. എന്താണ് ഓപ്പൺ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40% ഡിസബിലിറ്റി ഉള്ളവരെയാണ് ഈ ഒരു ആക്ട് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, 40% ഡിസബിലിറ്റി, 40% അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളവർ. UPSC സിവിൽ സർവീസിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എത്രയാണ് ഡിസബിലിറ്റി കൊടുത്തിരിക്കുന്നത്? അതും 40% തന്നെയാണ്. സോ ഈ ഒരു ആക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ആക്ടിന്റെ ഒരു സാധൂകരണമാണ് എവിടെ നടന്നിരിക്കുന്നത്? നമ്മളുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ 40% എന്നുള്ളത് ഒരു വെയ്ഗ് കണക്കാണ്. അതായത് പല ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പല ഡിസബിലിറ്റിക്കും അവരുടെ പേഴ്സൻറ്റേജ് അങ്ങോട്ട് അടിച്ചു കൊടുക്കും. ഓക്കെ, സോ പല ഡോക്ടർമാർക്ക് പല പേഴ്സൻറ്റേജുകൾ കൊടുക്കാം. ദെൻ സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, സിക്കിൾ സെൽ അനീമിയ 40% എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റി എങ്ങനെ നമ്മൾ കണക്കാക്കും? ഒരാൾക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്, അയാൾ 40% ഡിസേബിൾ ആണ് എന്നൊരു ഡോക്ടർ എങ്ങനെ തീരുമാനിക്കും? അപ്പോൾ ഈ 40% ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത്ര എന്തല്ല, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ അല്ല. ഈ ത്രഷ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ അല്ല. നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് 35% ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 40% ഡിസബിലിറ്റി ആക്കി തരാം. മനസ്സിലായി? സോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഇല്ല. ദെൻ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഡിസീസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസുകൾ വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഈ 40% ക്രൈറ്റീരിയയിൽ നമ്മൾ ഉൾപ്പെടുത്തും എന്നുള്ളൊരു പ്രോബ്ലമാണ്. സിക്കിൾ സെൽ അനീമിയ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ വന്ന എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഭാഗഭാക്കാക്കണം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ. ദെൻ മറ്റൊരു പ്രൊജക്ട് ഉണ്ട്. ഈ സിക്കിൾ സെൽ അനീമിയ വന്നവർക്ക് ജോലിയിൽ 4% റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിട്ടില്ല. കാരണം ജോലിയിൽ കൊടുക്കുന്ന റിസർവേഷൻ കുറച്ചും കൂടി അവിടെ എംപവർ ആക്കാനായിട്ട് അവരെ സഹായിക്കും. പക്ഷേ ആ ഒരു കാര്യം എന്തിൽ കൊടുത്തിട്ടില്ല? സിക്കിൾ സെൽ അനീമിയ വന്ന 2 ജീനുകളെ നമ്മൾ ഉൾപ്പെടുത്തിയതിൽ ഇവർക്ക് 4% ഡിസബിലിറ്റി, ജോബിലുള്ള റിസർവേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതും ഒരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആയിട്ട് ഇവിടെ ഉയർന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. ലാസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു റെഗുലേറ്ററി അസറ്റ്സ് ഇൻ ഇന്ത്യാസ് പവർ സെക്ടർ. സോ ഇന്ത്യാസ് പവർ സെക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു ഏജൻസി ഉണ്ടാവും. കേരളത്തിൽ ആരാണ്? കേരളത്തിലെ KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തും. നമ്മളുടെ മലമ്പുഴ ഡാമിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാമിൽ നിന്ന്, പള്ളിവാസൽ ഡാമിൽ നിന്ന്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ഡിസ്ട്രിബ്യൂഷൻ കേബിളുകൾ വഴി എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സാധാരണ ജനങ്ങളിലേക്ക് ചെയ്യും. ഓക്കെ, ദെൻ പല സംസ്ഥാനങ്ങളിലും ഇത് പ്രൈവറ്റ് ഏജൻസി ചെയ്യുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ അത് ആരാ ചെയ്യുന്നത്? കേരളത്തിൽ നമ്മളുടെ KSEB ആണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ചോദ്യം ചോദിക്കട്ടെ. തൃശ്ശൂര് നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആരാണ്? KSEB ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? KSEB ആണോ? അല്ല, അതിനൊരു സെപ്പറേറ്റ് ഏജൻസി ഉണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? സോ ആ ഒരു കാരണത്തിലേക്കൊന്നും ഞാൻ ഡിസ്കഷൻ പോകുന്നില്ല. കേരള ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാരണങ്ങളാണ്. ഓക്കെ, സോ എന്താണ് ഈ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീസിനെയാണ് ഡിസ്കോംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻസ് കമ്പനീസ്. സോ ഇലക്ട്രിസിറ്റി വിൽക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീസിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് റെഗുലേറ്ററി അസറ്റ്? റെഗുലേറ്ററി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ
ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, സപ്ലൈ ചെയ്യുന്നതിന് കൂടുതൽ കോസ്റ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈ കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ. സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതിനും ഒരു കോസ്റ്റ് ഉണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് നിലനിൽക്കണമെങ്കിൽ എന്താണ്, നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് ഒരു വാങ്ങിച്ച കോസ്റ്റ് ഉണ്ട്, ദെൻ അതിന് ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, വിൽക്കുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും, ടാക്സുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് ഉണ്ടാക്കുന്നത്. സോ ജനങ്ങൾ അടയ്ക്കേണ്ട പ്രൈസ്, അല്ലെങ്കിൽ ജനങ്ങൾ ഗവൺമെന്റിലൂടെ തിരിച്ചു തരേണ്ട പ്രൈസിനെയാണ് ആനുവൽ റവന്യൂ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതായത് നോർമൽ നമ്മളൊരു പേന വെക്കുമ്പോൾ പേനയ്ക്ക് 4 രൂപയായിരിക്കും, നമ്മൾ സാധനം വാങ്ങിച്ചത് 4 രൂപയ്ക്കായിരിക്കും, പക്ഷെ സാധനം വിൽക്കുന്നത് ചിലപ്പോൾ 5 രൂപയ്ക്കായിരിക്കും. 1 രൂപ നമ്മളുടെ പ്രോഫിറ്റും ബാക്കിയുള്ള ചെലവുകൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ ഇലക്ട്രിസിറ്റി ഡിസ്കോം കമ്പനീസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ദെൻ കോസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഈ ഇലക്ട്രിസിറ്റി വിറ്റതിന് ശേഷം അവർക്ക് തിരിച്ചു കിട്ടേണ്ട ആനുവൽ റവന്യൂ റിക്വയർമെന്റ് ഉണ്ട്. പലപ്പോഴും ഈ കോസ്റ്റ് ഓഫ് സപ്ലൈയും ആനുവൽ റവന്യൂ റിക്വയർമെന്റുകളും ടാലി ആയി പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ആനുവൽ റവന്യൂ റിക്വയർമെന്റിനേക്കാളും കൂടുതലാണ്, സപ്ലൈ കോസ്റ്റ് നമ്മളുടെ റവന്യൂ റിക്വയർമെന്റിനേക്കാളും കൂടുതലാണ്, വിച്ച് മീൻസ് കമ്പനിക്ക് ലോസ് ആണ്. അപ്പൊ കമ്പനിക്ക് ലോസ് വരുമ്പോൾ എന്ത് ചെയ്യും, കമ്പനി വില കൂട്ടും. അതായത് ഗ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി ഈക്വലി സപ്ലൈ കിട്ടണം എന്നില്ല. സപ്ലൈ കിട്ടാത്തപ്പോൾ ഡിസ്കോം കമ്പനികൾക്ക്, ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് കൂടുതൽ വില കൊടുത്തിട്ട് ഗ്രിഡ് മാർക്കറ്റിൽ നിന്ന് എന്ത് വാങ്ങിക്കണം, ഇലക്ട്രിസിറ്റി വാങ്ങിക്കേണ്ടി വരും. മനസ്സിലായോ? സോ അവരുടെ കോസ്റ്റ് കൂടും, സപ്ലൈ കോസ്റ്റ് കൂടും. പക്ഷേ അത് അവരെങ്ങനെയാ ലാഭിക്കുക, അല്ലെങ്കിൽ ആ സപ്ലൈ കോസ്റ്റ് എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളുടെ സെല്ലിംഗ് പ്രൈസിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ സെല്ലിംഗ് പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബർഡൻ ആർക്കാ വരിക? ബർഡൻ വരുന്നത് സാധാരണ കൺസ്യൂമേഴ്സിനാണ്. അപ്പോൾ ഗവൺമെന്റുകൾ എന്ത് പറയും, നിങ്ങൾ സെല്ലിംഗ് പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഈ പ്രൈസ് നമുക്ക് തരാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈടാക്കാം. അങ്ങനെ പിന്നീട് ഈടാക്കാം, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വാങ്ങിച്ചോളാം, പിന്നീട് ഞങ്ങൾ തന്നോളാം, പിന്നീട് കുറച്ചായിട്ട് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് റെഗുലേറ്ററി അസറ്റുകൾ എന്ന് പറയുന്നത്. നോർമലി എന്താണ്, നമ്മുടെ ഡിസ്കോം കമ്പനികൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റുകളുടെ ഷെയറിനെയാണ് റെഗുലേറ്ററി അസറ്റുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ നോർമൽ പേനയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റുകൾ, അവർക്ക് ന്യായമായി കിട്ടേണ്ട പ്രോഫിറ്റുകളുടെ അളവിനെയാണ്. പക്ഷെ അത് കൊടുത്തിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ്. എന്താ പിന്നെ എപ്പോഴും വെക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് വെക്കുന്നത്? അതായത് കറന്റ്ലി അത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, നോർമൽ സാധാരണ ആളുകളുടെ ജീവിതത്തെ ബാധിക്കും. സോ ഗവൺമെന്റുകൾ പലപ്പോഴും പ്രൈസ് കൂട്ടാനായിട്ട് അനുവദിക്കാറില്ല. കാരണം എന്താ, അവർക്ക് വോട്ട് വേണം. സാധാരണ ജനങ്ങളുടെ ഇലക്ട്രിസിറ്റി ഒരു യൂണിറ്റിന് 1 രൂപ കൂട്ടിയാൽ, അല്ലെങ്കിൽ 20 പൈസ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാകും. പക്ഷേ ഈ ഡിസ്കോം കമ്പനീസിനും ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഡിസ്കോം കമ്പനിക്ക് നില നിന്ന് പോകണ്ടേ? അപ്പോ ഗവൺമെന്റിന് മുന്നിലേക്ക് എന്ത് വന്നു, ഒരു കേസ് വരികയും ഗവൺമെന്റ് തീരുമാനിച്ചു ഇനിയുള്ള റെഗുലേറ്ററി അസറ്റുകളെല്ലാം ഇതുവരെയുള്ള റെഗുലേറ്ററി അസറ്റുകളെല്ലാം വിത്തിൻ 4 ഇയേഴ്സിനുള്ളിൽ ലിക്വിഡേറ്റ് ചെയ്തിരിക്കണം. അതായത് ഡിസ്കോം കമ്പനികൾക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ 4 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ദെൻ പുതുതായിട്ട് റെഗുലേറ്ററി അസറ്റുകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 3 വർഷത്തിനുള്ളിൽ അത് തീർപ്പാക്കിയിരിക്കണം. അതായത് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് കിട്ടാനായിട്ടുള്ള പൈസ, അല്ലെങ്കിൽ അവർക്ക് ന്യായമായി കിട്ടാനായിട്ടുള്ള അവരുടെ എമൗണ്ട് ഇനി പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് 3 വർഷത്തിനുള്ളിൽ കൊടുത്ത് തീർത്തിരിക്കണം. ഇതുവരെയുള്ളത് 4 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയിരിക്കണം. ഓക്കെ, സോ ഡിസ്കോം കമ്പനീസ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെ ചെലവുകൾ കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് കടമെടുക്കും. സോ ഡിസ്കോം കമ്പനീസ് പലപ്പോഴും ഡെപ്റ്റ് ട്രാപ്പുകളിൽ പെടുകയാണ്. ദെൻ അവർക്ക് പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കും പുതിയ റിസർച്ച് പ്രോഗ്രാമുകളിലേക്കും പുതിയ ഗ്രിഡ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പൈസയായിരിക്കും ഇത്. സോ അത് അവർക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം നമ്മളുടെ ഇലക്ട്രിസിറ്റി സെക്ടറിന് തന്നെയാണ്. ഓക്കെ, സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയല്ലോ. റെഗുലേറ്ററി അസറ്റ്, ഇറ്റ് ഈസ് അസറ്റ്, പക്ഷേ ആർക്ക് കൊടുത്തിട്ടില്ല? ഡിസ്കോം കമ്പനീസിന് കൊടുത്തിട്ടില്ല. അത് അവരുടെ അസറ്റ് തന്നെയാണ്, പക്ഷേ ഡിസ്കോം കമ്പനിക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ ഓർക്കുന്നുണ്ടോ? അതില് എന്താണ്, അതില് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്
ഫോമുലയൊക്കെ നമുക്ക് പഠിക്കും. ബാഡ് ഡെപ്റ്റ് അറിയില്ലെങ്കിൽ ഓർക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ തിരയാനായിട്ടൊന്നും പോകണ്ട. ബാഡ് ഡെപ്റ്റ്, അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ അസറ്റ് ആണ്. അതുപോലെ റെഗുലേറ്ററി കമ്പനീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് കിട്ടാനായിട്ടുള്ള അസറ്റുകളെയാണ്, കിട്ടാനായിട്ടുള്ള അവരുടെ ന്യായമായ അസറ്റുകളെയാണ് റെഗുലേറ്ററി അസറ്റുകൾ എന്ന് നമുക്ക് വിളിക്കുന്നത്. ഓക്കെ, സോ ഇനിയുള്ള റെഗുലേറ്ററി, ഇവിടെ പ്രോബ്ലം എന്താണ്? ഈ റെഗുലേറ്ററി അസറ്റുകൾ നമ്മളുടെ പല പ്രൈവറ്റ് ഏജൻസീസും അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിസ്കോം കമ്പനീസും എടുത്തു നോക്കുകയാണെങ്കിൽ 300 കോടി മുതൽ 600 കോടി വരെ അവർക്ക് റെഗുലേറ്ററി അസറ്റുകളായിട്ട് കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി. ഓക്കെ, സോ ഡൽഹിയുടെ റെഗുലേറ്ററി അസറ്റുകൾ കിട്ടണമെങ്കിൽ, അതായത് ഡൽഹിയുടെ റെഗുലേറ്ററി അസറ്റുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു യൂണിറ്റിന് 5.5 രൂപ ഇൻക്രീസ് ചെയ്യേണ്ട അവസ്ഥ വരും. മനസ്സിലാവും? ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് ഒരു കസ്റ്റമറിന് 5.5 രൂപ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ വരും. അത് ഹ്യൂജ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ ഇനി നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെയുള്ള റെഗുലേറ്ററി അസറ്റുകൾ ഗവൺമെന്റ് എഴുതി തള്ളുവോ അല്ലെങ്കിൽ അവർക്ക് ഒരു സെറ്റിൽമെന്റ് കൊടുക്കുവോ എന്നൊക്കെ ഉള്ളതാണ്. ഡിസ്കോം കമ്പനീസിന് ഒരു സെറ്റിൽമെന്റ് കൊടുക്കുവോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇനി ചെയ്യാനായിട്ട് സാധിക്കുക? ഇനി ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതായത് ഈ ഡിസ്കോം കമ്പനീസിനെ കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടാർഗറ്റഡ് സബ്സിഡീസ് ആയിരിക്കണം നമ്മൾ ഇനി കൊടുക്കേണ്ടത് ആവശ്യമുള്ളവർക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന് ഫ്രീ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഫ്രീ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഇതിന്റെ ബർഡൻ, അല്ലെങ്കിൽ ഈ ഡിസ്കോം കമ്പനീസിന് പൈസ കൊടുക്കണം, ഡിസ്കോം കമ്പനീസ് സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യോ? ഇല്ല. അതിന്റെ ബർഡൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരും, അല്ലേ? സോ ഗവൺമെന്റ് ഈ റെഗുലേറ്ററി അസറ്റ് കൊടുക്കുമ്പോൾ അതും കൂടി കൊടുക്കേണ്ടി വരും. സോ സബ്സിഡീസ് നമ്മൾ കൊടുക്കുന്നത് വഴി നമ്മളുടെ ഇലക്ട്രിസിറ്റി സെക്ടറിനെ നമ്മൾ കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. സോ നമ്മൾ സബ്സിഡീസ് കൊടുക്കണം. എങ്ങനെയാണ്? ടാർഗറ്റഡ് സബ്സിഡീസിലായിരിക്കണം നമ്മൾ സബ്സിഡീസ് കൊടുക്കേണ്ടത്. ആവശ്യമുള്ളവർക്ക് മാത്രം സബ്സിഡീസ് കൊടുക്കുന്ന ഒരു സ്കീമായിരിക്കണം. ദെൻ എന്താണ്? പുതിയ റെഗുലേറ്ററി അസറ്റുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിത്തിൻ 3 months, നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ 3 months നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കാനായിട്ടുള്ള ഒരു 3 years നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ടൈംലി സബ്സിഡീസ് റിലീസ്, അതായത് ഇവർക്ക് കൊടുക്കേണ്ട പൈസകൾ കൃത്യമായിട്ട് ടൈംലി കൊടുക്കണം. ദെൻ ഓട്ടോമാറ്റിക് ഫ്യൂവൽ കോസ്റ്റ് പാസ് ത്രൂ, അതായത് മേജർ ഈ സപ്ലൈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഫ്യൂവൽ കോസ്റ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് കോൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ കോസ്റ്റ് കൂടും. അതായത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലൈ കോസ്റ്റും കൂടില്ലേ? അപ്പോൾ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ വരുന്നത്. സോ റെഗുലേറ്ററി അസറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ ഈ ഒരു ന്യൂസ് ഞാൻ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താണ് ഈ ഒരു ന്യൂസ്? അതായത് സുപ്രീം കോടതിയിലെ വുമൻസിന്റെ ജഡ്ജസിനെ ഇൻക്രീസ് ചെയ്യണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മളിപ്പോൾ ലോകം എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡിലെ ലാർജസ്റ്റ്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വുമൺ റെപ്രസെന്റേഷൻ അറൌണ്ട് 50% ഒക്കെ ഉണ്ട് നമ്മളുടെ സുപ്രീം കോടതിയിലാണെങ്കിലും ജഡ്ജസിലാണെങ്കിലും. പക്ഷേ ഇന്ത്യയിൽ അത് 3% പോലും ഇല്ല. അപ്പോൾ ഈ വുമൺ ജഡ്ജിമാരെ സുപ്രീം കോടതിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ന്യൂസ്. ദെൻ ഇതിന്റെ താഴെ മറ്റൊരു ന്യൂസ് ഉണ്ട്. അത് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ്, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ റിലേറ്റഡ് ടു നമ്മളുടെ ജവാന്മാരെ അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷനുകളിൽ പരിക്ക് പറ്റിയവരുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ്. അത്ര ഇമ്പോർട്ടൻ്റ് ന്യൂസ് അല്ല, അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ന്യൂസ് ഉണ്ട്. സിംഗപ്പൂർ PM വോങ് ബിഗിൻസ് ഇന്ത്യാസ് വിസിറ്റ് ഫോർ പാർട്ട്ണർഷിപ്പ് ടോക്സ്. സിംഗപ്പൂർ ഇന്ത്യ ബിഗിൻസ് ഇന്ത്യാസ് വിസിറ്റ്, അല്ലെങ്കിൽ സിംഗപ്പൂർ PM ബിഗിൻസ് ഇന്ത്യാസ് വിസിറ്റ്. അപ്പോൾ സിംഗപ്പൂരിന്റെ ഡിസ്കഷൻ നമ്മൾ നടത്തിയാലും ഇന്ത്യ സിംഗപ്പൂർ റിലേഷൻ. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഞാൻ അന്ന് മാപ്പൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 5 സെക്ടറിൽ നമ്മൾ ഇവരുടെ അല്ലെങ്കിൽ റിലേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു വാർത്ത കിട്ടുമ്പോൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതായത് മൈൻഡിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ദെൻ അതിനുശേഷം വീണ്ടും ആ ഒരു ഡിസ്കഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എഴുതിയ നോട്ടുകളിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സ്ലൈഡുകളിലേക്കോ പോയിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.